അതുപോലെ ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു, ആത്മാക്കൾക്ക് അവിടുന്ന് മോചനം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അവർ ഈശോയോട് പ്രാർത്ഥിക്കും. കാരണം അവർക്ക് അവിടെ കിടന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു കാരണവശാലും സാധിക്കുകയില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല, അതോടെ വിലപ്പോകുകയില്ല, കേൾക്കാൻ പോകുന്നില്ല. അതേസമയം ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. അതോടൊപ്പം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മനസ്സിലായി? ഇതൊരു നിസ്സാര കാര്യമല്ല, അതൊരു പരമാർത്ഥ സത്യമാണ്. ഞാൻ ഒരു 2 വീലറിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ അതിന്റെ പേപ്പറെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ എന്നോട് അതിന്റെ ട്രയൽ എടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. കാരണം 8 വരയ്ക്കണം, 2 വീലറിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ 8 വരയ്ക്കണം. അങ്ങനെ ഞാനൊരു ദിവസം ഉച്ച കഴിഞ്ഞ് ഇരിട്ടി, എൻ്റെ നാട്ട് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞ് ഗ്രൗണ്ടിൽ ചെന്നു. അവിടെ നെട്ടൊക്കെ എടുത്തു, കുഴപ്പമില്ല. അന്ന് അവിടെ വെച്ച് ഞാൻ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. എൻ്റെ വീടിൻ്റെ അവിടെ ഒരു 10-25 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു പയ്യൻ, ഒരു ഹിന്ദു പയ്യനാണ്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് തലശ്ശേരിക്ക് അടുത്ത് ബെർണൻ കോളേജ് എന്ന് പറയുന്ന അവിടുത്തെ ഗ്രൗണ്ടിലാണ്, തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർക്ക് പോകുന്ന വഴിക്കാണ് ഈ കോളേജ്, അതിന്റെ ഗ്രൗണ്ടിലാണ് അവിടെ ടെസ്റ്റ് നടക്കുന്നത്. ഇങ്ങനെ ടെസ്റ്റിന് അവിടെ ചെല്ലുമ്പോൾ നിരവധി പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്, പല വണ്ടികളുടെ ടെസ്റ്റ് നടക്കുന്നു. അങ്ങനെ 2 വീലറിന്റെ ടെസ്റ്റ് ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ എന്റെ അടുത്ത് ഈ പയ്യൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, മോനെ ഇവന് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ ഇവൻ പാസ്സാകും. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് മാറ്റി നിർത്തിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ? അവൻ പറഞ്ഞു ആയിക്കോട്ടെ. ഞാൻ അവന്റെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് ഞാൻ ആ മകനെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ഊഴം വന്നു, ഞാൻ 8 എടുത്ത് പാസ്സായി. അത് കഴിഞ്ഞ് അവന്റെ ഊഴം വന്നു, അവൻ പാസ്സായി. അതിനുശേഷം അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു അനുഭവം ഇതായിരുന്നു,